തിരുവനന്തപുരം RCC റീജിയണൽ ക്യാൻസർ സെൻ്ററിൽ നിന്നും ലഭിക്കുന്ന ഒരു വാർത്ത കേരളത്തെ ആകെ നാണിപ്പിക്കുന്ന ഒരു വിഷയമാണ്. കാരണം RCC മെഡിക്കൽ ലബോറട്ടറിയിലെ വിശ്രമമുറിയിൽ ഒളിക്യാമറ കണ്ടെത്തിയ ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും DGPക്കുമൊക്കെ പരാതി നൽകിയിരിക്കുകയാണ് മെഡിക്കൽ കോളേജ് മുൻ വാർഡ് കൗൺസിൽ കൂടിയായിട്ടുള്ള GS ശ്രീകുമാർ. കുറ്റക്കാരായിട്ടുള്ളവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം തന്നെയാണ് ഇദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. ആരോപണ വിധേയനെ ഇപ്പോഴും സർവീസിൽ തന്നെ നിലനിർത്തുന്നു. പ്രതിയെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് ആശുപത്രി അധികൃതർ സ്വീകരിക്കുന്നത്. പോലീസ് അന്വേഷണം നടത്തി ഈ പരാതിയിൽ കൃത്യമായ നടപടി സ്വീകരിക്കണമെന്ന് തന്നെയാണ് ജനരോഷമുയരുന്നത്. RCCയിലെ മെഡിക്കൽ ലബോറട്ടറി വിഭാഗത്തിലെ വനിതാ ജീവനക്കാരുടെ വിശ്രമമുറിയിലാണ് ലാബ് ടെക്നീഷ്യനായിട്ടുള്ള സൂപ്പർവൈസർ പെൻ ക്യാം സ്ഥാപിച്ച് ദൃശ്യങ്ങളും അവരുടെ സംഭാഷണങ്ങളും ചോർത്തിയെടുത്തത്. ഈ വിഭാഗത്തിൽ അതിൻ്റെ മേൽനോട്ട ചുമതലയുള്ള രാജേഷ് KRനെതിരെ ഈ വിഭാഗത്തിൽ തന്നെ ജോലി ചെയ്യുന്ന 9 വനിതാ ജീവനക്കാർ ഡയറക്ടർക്കും ആഭ്യന്തര പരാതി പരിഹാര സെല്ലിനും പരാതി കൊടുത്തിട്ടുണ്ട്. ICC അടക്കം പ്രവർത്തിക്കുന്നു എന്നിട്ട് പോലും കൃത്യമായ നീതി ലഭിക്കാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ പോലീസിൽ പരാതി നൽകാനായി തീരുമാനിച്ചത്. വളരെ ഗുരുതര സ്വഭാവമുള്ള ഈ പരാതി ഇത്രയും കാലം പൂഴ്ത്തിവെച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. 3 മാസക്കാലം ഈ കുറ്റം പുറംലോകം അറിയാതിരിക്കാനുള്ള ശ്രമങ്ങൾ അധികൃതർ ഇടപെട്ട് നടത്തി. പെൻ ക്യാമറ സ്ഥാപിച്ച രാജേഷിനെ നടപടി ഒന്നും തന്നെ സ്വീകരിക്കാതെ സെപ്റ്റംബർ 25 നൽകിയ പരാതിയിൽ ഇപ്പോഴും നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് വനിതകൾ പ്രതിഷേധം കനപ്പിക്കുകയാണ്. പരാതിയിൽ നടപടി ആവശ്യപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഒക്ടോബർ 3 ഫയൽ ഡയറക്ടർക്ക് കൈമാറിയിരുന്നു. പക്ഷേ 3/10/2024 മുതൽ 2 മാസക്കാലം ഈ ഫയലിനെ കുറിച്ച് ഒരു വിവരവുമില്ല. അത് ആ മേശപ്പുറത്ത് തന്നെ അനങ്ങാതെ ഇരിക്കുകയായിരുന്നു. ശേഷമാണ് വനിതാ ജീവനക്കാർ പിന്നെയും ഇന്റേണൽ കമ്മിറ്റിക്ക് പരാതി നൽകാനായി തീരുമാനിച്ചത്. ശേഷം ഇക്കഴിഞ്ഞ 26-ാം തീയതി രാജേഷിനെ അവിടെ നിന്നും ക്യാഷ് കൗണ്ടറിലേക്കാണ് സ്ഥലം മാറ്റിയത്. ആരോപണ വിധേയനായിട്ടുള്ള രാജേഷിനെതിരെ പരാതി ഇതിനു മുൻപും ഉയർന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. വളരെ ഗുരുതര സ്വഭാവമുള്ള സ്ത്രീകളുടെ സുരക്ഷയെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളെ പോലും ഹരിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് ഇയാളെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുന്നില്ല, മറ്റ് നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഗൂഢാലോചനയുടെ വ്യാപ്തി അത് പുറത്തു കൊണ്ടുവരുന്നത്. പരാതി മൂടിവെച്ച് മെഡിക്കൽ കോളേജ് ഡയറക്ടറും ഇതിനെ ഒത്താശ പിടിക്കുന്നുവെന്ന ആരോപണം ശക്തമാവുകയാണ്. ഡയറക്ടർക്കെതിരെയും കർശനമായ നടപടി സ്വീകരിക്കണമെന്ന് തന്നെയാണ് നിലവിൽ ആവശ്യം ഉയരുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.